സാങ്കേതിക വിദ്യയിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. ഇത്തവണ AI സാങ്കേതിക വിദ്യയിലൂടെയാണ് ചൈന ലോകത്തെ ഞെട്ടിച്ചത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് സ്വതന്ത്രരായി നടക്കാൻ സഹായിക്കുന്ന കണ്ണടയാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചത്. കാഴ്ചപരിമിതിയുള്ളവർക്ക് വടിയുടെയോ ആളുകളുടെയോ സഹായം കൂടാതെ സ്വതന്ത്രമായും ആത്മവിശ്വാസത്തോടെയും സഞ്ചരിക്കാൻ സാധിക്കുക, അതും കാഴ്ചയുള്ളവരുടേതുപോലെ. അപ്രാപ്യമെന്ന് കരുതിയവരെ ഞെട്ടിപ്പിക്കുന്നതാണ് ചൈനയിലെ ഷാങ്ഹായ് ജിയാവോടോങ് സർവകലാശാലയുടെ കണ്ടെത്തൽ. ഗൂഗിൾ ഗ്ലാസ് ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയത്. കണ്ണാടിയുടെ മുന്നിലുള്ള ക്യാമറയുടെ സഹായത്തോടെ ഓരോ വസ്തുവിന്റെ രൂപവും അതിരിക്കുന്ന സ്ഥലവും അടങ്ങുന്ന വിവരം കൃത്യമായി കണ്ണാടിയിലുള്ള ചെറിയ കമ്പ്യൂട്ടറിലേക്ക് അയക്കും. സർവകലാശാല തയ്യാറാക്കിയ AI അൽഗോരിതത്തിന്റെ സഹായത്തോടെ കണ്ണാടി ധരിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച ചെറിയ കൃത്രിമ ചർമ്മത്തിലെ സെൻസറിന്റെ സഹായത്തോടെ ഈ വിവരം കൈമാറും. This imaging information is then sent to we can take that as a small computer. In the small computer, there is some AI algorithms. We analyze the data, then we find the key objects. For example, I'm interested in the chair. It tells me where the chair is. ഈ കണ്ണട ഏറെ സഹായകരമാണെങ്കിലും സാധാരണമായി വ്യക്തിയെപ്പോലെ സഞ്ചരിക്കുന്നതിന് പല പ്രതിസന്ധികളുമുണ്ട്. വലിപ്പമേറിയ കണ്ണടയും സെൻസറുകളും കൈത്തണ്ടയിൽ ഘടിപ്പിക്കുന്ന സെൻസറുകളുമെല്ലാം സ്വാഭാവിക ചലനത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് പ്രൊഫസർ ലെലൈഗുവിന്റെ അഭിപ്രായം. അതിനാൽ ശരീരത്തിന്റെ സ്വാഭാവിക ചലനം ലഭ്യമാക്കുന്ന തരത്തിൽ ഉപകരണം വികസിപ്പിക്കണമെന്നാണ് പ്രൊഫസർ ലെലൈഗുവിന്റെ ആഗ്രഹം. We hope that in the future maybe we can get a very small camera, something like the contact lens. If we make the camera on the contact lens, okay, we put it in the eyes. Nobody will tell this people is blind. AI കണ്ണട ഇതുവരെ 20 പേരിൽ പരീക്ഷിച്ചുവെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു. ഷാങ്ഹായ് ജിയാവോടോങ് യൂണിവേഴ്സിറ്റി, ഷാങ്ഹായ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലബോറട്ടറി, ഈസ്റ്റ് ചൈന നോർമൽ യൂണിവേഴ്സിറ്റി, ഹോങ്കോങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫുഡാൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റേറ്റ് കീ ലബോറട്ടറി ഓഫ് മെഡിക്കൽ ന്യൂറോബയോളജി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകർ ചേർന്നാണ് AI കണ്ണട നിർമ്മിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.